മക്കളെ, അപ്പോൾ മാസങ്ങളോളം നമ്മൾ കഷ്ടപ്പെട്ടിരുന്നു പഠിച്ച് ഇന്ന് നീറ്റ് എക്സാം ഒക്കെ എഴുതി പുറത്ത് വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഈ വർഷത്തെ നീറ്റ് എക്സാം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ തൊട്ടേ നമ്മുടെ ഫ്യൂച്ചർ ടീം ഇന്നലെ തൊട്ടേ ഷുവർ ക്വസ്റ്റ്യൻ ലൈവായിട്ടും ഇന്ന് നമ്മുടെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് ബാക്ക് എൻഡിൽ നടക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ മക്കളെ, നമ്മൾ നമ്മുടെ ഫാക്കൽറ്റി ലോഞ്ചിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. വാ. ഇവിടെ തകൃതിയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബയോളജി ടീമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. കഴിഞ്ഞ വർഷത്തെ 2025 ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു പേപ്പറാണ്. NCERT പുറത്ത് നിന്ന് നമുക്ക് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും, അതിലൊരു സംശയമില്ല. സുവോളജിയിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഈസി ആണോ ടഫ് ആണോ എന്നുള്ളത് നമുക്ക് നമ്മളുടെ മനോജ് സാറിനോട് ചോദിക്കാം. സാർ, ഇന്നലെ നമ്മൾ അത്രയും ലോങ് ആയിട്ട് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ലൈവ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ലൈവിൽ പോയതിൽ വന്നിട്ടുണ്ട്. സുവോളജി സെറ്റാണ്, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ എക്സ്പേർട്ട് കെമിസ്ട്രി ഫാക്കൽറ്റീസും അതുപോലെ DTP ടീമും ഉള്ളത്. നിങ്ങൾ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പോൾ നീറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഹായ് സർ, ഇന്നത്തെ കെമിസ്ട്രി പേപ്പർ എങ്ങനെയുണ്ടായിരുന്നു? സിസ്റ്റമാറ്റിക് പ്രിപ്പറേഷൻസ് നടത്തിയിരിക്കുന്ന കുട്ടികൾക്ക് കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഫണ്ടമെന്റൽ ഐഡിയാസ് ആണ് വന്നിരിക്കുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നലെ രാത്രി 10:30 വരെ ഡിസ്കസ് ചെയ്ത മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഇന്ന് പേപ്പറിൽ വന്നിട്ടുണ്ട്. കെമിസ്ട്രി അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ കെമിസ്ട്രിയുടെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട അല്ലേ? ഇല്ല, വളരെ ഈസി പേപ്പർ ആയിരുന്നു കെമിസ്ട്രി. NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ഫിസിക്സ് ടീമിന്റെ അടുത്താണ്. അത്ര വലിയ ടഫാണെന്നൊന്നും നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ സംബന്ധിച്ച് പറയാൻ കഴിയും. ഇത് 2025 കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഈസ് ഫാർ ബെറ്റർ ഫോർ സ്റ്റുഡൻസ്. ഇപ്പോൾ മാരത്തോണിൽ ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ഒക്കെ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. എന്തായാലും എല്ലാവർക്കും നല്ലൊരു റാങ്ക് കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡിറ്റോ ക്വസ്റ്റ്യൻസ് കുറേ NCERT വന്നിട്ടുള്ളതാണ് ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായത്. കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് അധികം ലെങ്തി അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്റ്റുഡിയോന്റെ മുന്നിലാണ്. സ്റ്റുഡിയോയിൽ ഇവിടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിസിക്സ് ആണ് നടക്കുന്നത്. ഇവിടെ നമ്മുടെ ക്രിയേറ്റീവ് ടീമും അതുപോലെ എഡിറ്റിംഗ് ടീമും ഒക്കെ ഉണ്ട്, ഡിജിറ്റൽ ടീമും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം ലൈവ് ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ചാനലിൽ ലൈവ് സെഷനിൽ പോവാം, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവ് കാണാം. ഓക്കെ.